أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فصل لربك وانحر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കൗസർ ആയത് നമ്പർ 3. അർത്ഥം: അതിനാൽ നീ നിന്റെ നാഥനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഈ ആയത്തിന്റെ വിശദീകരണം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ തഫ്സീർ കബീറിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. മുൻപോട്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനെ കൗസറിന്റെ ആദ്യത്തെ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം നോക്കിയാൽ നമുക്ക് കാണാം, ഖുർആൻ ഇറങ്ങുന്നതനുസരിച്ച് ശത്രുക്കളുടെ അസൂയ വളർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അതിൻ്റെ മറുഭാഗത്ത് മുസ്ലിങ്ങൾ ദുആയിലും ത്യാഗത്തിലും, പ്രാർത്ഥനയിലും ത്യാഗത്തിലും കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. അവർ അതിൽ കൂടുതൽ ശക്തി കൊടുക്കാൻ തുടങ്ങി, കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. അവർ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനു വേണ്ടി ജീവനും സമ്പത്തും എങ്ങനെയെല്ലാം ത്യാഗം ചെയ്തു എന്ന് വെച്ചാൽ അതിന് ഉദാഹരണം ലോകത്ത് മറ്റു എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു തവണ ചില ആളുകൾ സ്വഹാബാക്കളോട് ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിങ്ങളിൽ ഏറ്റവും ധീരനും ധൈര്യവാനുമായ വ്യക്തി ആരാണ് എന്ന്. ഇന്നുള്ള ഷിയാക്കളിലും സുന്നികളിലുമുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം സഹാബാക്കളോട് ചോദിച്ചപ്പോൾ അവർ മറുപടി നൽകിയത്, ഞങ്ങളിൽ ഏറ്റവും വലിയ ധീരനും ധൈര്യശാലിയും ഞങ്ങൾ മനസ്സിലാക്കിയത് ആരാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അയാളാണ് എന്ന്. തഫ്സീറുൽ ഖാസിൻ. ഇവിടെ പറഞ്ഞ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ യോദ്ധാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, മറ്റുള്ളവർക്ക് സാധിക്കില്ല. ഇവിടെ പറയുന്നത്, ഏതൊരു വ്യക്തിയാണോ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആത്മാവിൽ നിലനിൽക്കുന്നത്, ആ വ്യക്തിയുടെ മരണത്തിലൂടെ മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ എന്ന് ശത്രുക്കൾ കരുതി അദ്ദേഹത്തെ കൊന്നുകളയാൻ ശത്രുക്കൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആരെങ്കിലും ഉയർന്നു വരുമ്പോൾ ശത്രുക്കൾ അവരോട് പൂർണ്ണ ശക്തിയോടെ അവരെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സ്ഥാനത്ത് നിലനിൽക്കണമെങ്കിൽ വളരെയധികം ധീരനും ധൈര്യശാലിയുമായിരിക്കണം. പിന്നെ സ്വഹാബാക്കൾ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അധികവും ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് നിൽക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയത് അദ്ദേഹമാണ് ഞങ്ങളിൽ കൂടുതൽ ധീരനും ധൈര്യശാലിയും. ഹുസൂർ മുന്നോട്ട് പറയുന്നു, ഇസ്ലാമിൻ്റെ കടുത്ത വിരുദ്ധർ പോലും എഴുതിയിട്ടുള്ളത് അഹ്സാബ് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു, മറുഭാഗത്ത് ശത്രുക്കളുടെ എണ്ണമാകട്ടെ വളരെ കൂടുതലും. പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ശത്രുക്കളോട് യുദ്ധം ചെയ്തത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശത്രുക്കളുടെ എണ്ണം വളരെ അധികമാണ്, എന്നാലും മുസ്ലിങ്ങൾ നിരന്തരമായി അവരോട് യുദ്ധം ചെയ്യുന്നു. ശത്രുക്കൾ പല ദിനങ്ങളിലും ഓരോ ഗ്രൂപ്പുകളാക്കി സമയം നിശ്ചയിച്ച് യുദ്ധം ചെയ്യിപ്പിക്കാമായിരുന്നു. അതിലൂടെ ദിവസത്തിൽ 20 മണിക്കൂർ തുടർച്ചയായി അവർക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിലൂടെ മുസ്ലിങ്ങൾ ക്ഷീണിച്ച് പരാജിതരാകുന്നതുമായിരുന്നു. ആ സമയം മുസ്ലിങ്ങൾ വെറും 1200 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 500 പേര് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനു വേണ്ടി പോവുകയുണ്ടായി. ബാക്കി യുദ്ധമൈതാനത്ത്
വെറും 700 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ശത്രുക്കളുടെ ഭാഗത്ത് 15,000 പേര് ശത്രുക്കളുടെ ഭാഗത്ത് യോദ്ധാക്കളായി ഉണ്ടായിരുന്നു. അവരെ 5 ഗ്രൂപ്പുകളായി തരം തിരിച്ചാലും ഓരോ ഗ്രൂപ്പിലും മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കളുടെ 3000 പേര് യുദ്ധത്തിനുണ്ടാവുമായിരുന്നു. ഇങ്ങനെ ഓരോ ഗ്രൂപ്പിനും 5 മണിക്കൂർ മാത്രം, ദിവസത്തിൽ 5 മണിക്കൂർ മാത്രം യുദ്ധം ചെയ്യേണ്ടി വരുമായിരുന്നു. ഈ രീതിയിൽ 24 മണിക്കൂർ ശത്രുക്കൾക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ എണ്ണം എത്രത്തോളം കുറവായിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ എണ്ണത്തിന്റെ പകുതിയാക്കി വീതിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ വിശദീകരണത്തിന്റെ ബാക്കി ഭാഗം വരും ദിവസത്തിലെ ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.